RSSനെതിരെ കുറിപ്പിട്ട് യുവാവ് ആത്മഹത്യ ചെയ്തു. പൊൻകുന്നംകാരനായ യുവാവ് തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ കുറേ വിവരങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൻ്റെ മരണത്തിന് ശേഷം അത് ലൈവായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന രീതിയിലാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വളരെ കടുത്ത വിഷാദ രോഗത്തിലായിരുന്നു 24 വയസ്സുകാരനായ അനന്തു അജി എന്ന RSS പ്രവർത്തകൻ. പൊൻകുന്നത്തെ വഞ്ചിമല ചാമക്കാലയിലാണ് അനന്തു അജിയുടെ വീട്. അദ്ദേഹത്തിൻ്റെ പിതാവാണ് RSSൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി ചേർത്തത്. 4 വയസ്സ് മുതൽ RSSൽ പോകുന്നുണ്ട്. ഇപ്പോൾ 24 വയസ്സായി. താൻ RSS നിന്ന് പുറത്ത് ചാടി എന്ന് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിനെ ലൈംഗികമായി പീഡിപ്പിച്ചു 4 വയസ്സ് മുതൽ എന്നും ആരോപണം അതിനകത്തുണ്ട്. ആരോപിച്ച് RSSൻ്റെ നേതാക്കന്മാർക്ക് എതിരായിട്ടൊക്കെ പോസ്റ്റ് ഇട്ടെങ്കിലും ഒരു വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് പറയുന്നുണ്ട്. തന്നെ പീഡിപ്പിച്ച NM എന്നയാളാണ്. NM എന്നാണ് അയാളെ അറിയപ്പെടുന്നത്. അയാളെ അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് അനന്തുവിൻ്റെ ആ കുറിപ്പിനകത്ത് എഴുതിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ലോഡ്ജിൽ വന്ന് താമസിക്കാൻ കാരണം താൻ സ്വന്തമായി ചില ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. ആ ബിസിനസ് ആവശ്യത്തിനാണ് തിരുവനന്തപുരത്ത് വരുന്നത്. വരമ്പൻ ലോഡ്ജിൽ താമസിക്കും. പക്ഷേ ഇപ്പം തൻ്റെ RSSൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്നുള്ള പീഡനമേറ്റ്, ലൈംഗികമായ പീഡനമേറ്റ് വളരെ നാളുകളായിട്ട് വിഷാദ രോഗത്തിലാണ്. ആരോടും പറയാനില്ല. തൻ്റെ അമ്മയും സഹോദരിയെ ഓർത്ത് മാത്രമാണ് ഇത്രയും നാളും ജീവിച്ചത്. തന്നെ RSSൽ കൊണ്ട് ചേർത്തത് തൻ്റെ പിതാവാണ്. മാതാപിതാക്കളും സഹോദരങ്ങളും സ്നേഹം മാത്രം നൽകി കുട്ടികളെ വളർത്തണമെന്നും അല്ലാതെ അവരുടെ ഐഡിയോളജി ആശയങ്ങൾ കുട്ടികളിലേക്ക് കുത്തിവെക്കരുത് എന്നാണ് അതിൻ്റെ ധ്വനി. കാരണം 10-20 വർഷത്തോളം RSSൽ പ്രവർത്തിച്ച് അതിൻ്റെ തിക്തഫലം അനുഭവിച്ച് വെളിയിൽ പറഞ്ഞാൽ എന്തെങ്കിലും തനിക്ക് സംഭവിക്കുമോ എന്ന് കരുതിയാണ് ആ പയ്യൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലെ കുറിപ്പുകൾ ഫസ്റ്റ് എഡിഷനാണ് ഇപ്പം വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് മരണത്തിന് ശേഷം മാത്രമേ അത് ഷെഡ്യൂൾ ചെയ്ത് വരാൻ പാടുള്ളൂ എന്നുള്ള തന്ത്രത്തിൽ തന്നെയാണ് ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ആ വാർത്തകൾ അദ്ദേഹം എഴുതിയ കുറിപ്പ് പുറത്ത് വന്നിരിക്കുന്നത്. ഇനിയും ഒരു കുറിപ്പ് പുറത്ത് വരാനുണ്ട് എന്നും അതിനകത്ത് എഴുതിയിരിക്കുന്നു. അത് എങ്ങനെയാണ് വരുന്നത്? വേറെ വല്ലവരുടെയും മൊബൈൽ ഫോണിൽ നിന്നാണോ അതോ ഈ മൊബൈലിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഒന്നും അറിയില്ല. ഒരു കുറിപ്പ് കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളൊന്നും അതിനകത്തില്ല. എന്തായാലും വളരെ ദീർഘമായ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. താനെ കടുത്ത വിഷാദ രോഗത്തിലാണ് ഇത്രയും വർഷമെന്നും അതിൻ്റെ പരിണതഫലം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുവെന്നും അത് തന്നെയല്ല താൻ RSSൽ നിന്ന് മാറിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെപ്പോലെ പീഡനം അനുഭവിക്കുന്ന ധാരാളം പേരും RSSൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ പുറത്തു വരണം എന്നും ഈ നോട്ടിനകത്ത് പറയുന്നുണ്ട്. RSS ക്യാമ്പിൽ ചെറുപ്പം മുതൽ പീഡനം ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ രോദനമാണ് നമ്മളിപ്പം ഇൻസ്റ്റഗ്രാമിൽ കൂടെ കേൾക്കുന്നത്. 4 വയസ്സ് മുതലാണ് താൻ പീഡിപ്പിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണക്കാരൻ NM എന്ന് പറഞ്ഞ പ്രവർത്തകനാണ്. ഇതിനെ സംബന്ധിക്കുന്ന ഒരു പ്രതിഷേധം അവിടുത്തെ DYFI ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് നടക്കുകയുണ്ടായി. അവിടുത്തെ DYSPക്ക് ഒരു പരാതി കൊടുത്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ട് പോസ്റ്റ്മോർട്ടമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടാവും. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് എതിരായി അദ്ദേഹം പറഞ്ഞ ആ പീഡനം, ലൈംഗിക പീഡനം, അൺനാച്ചുറൽ ഒഫൻസ് നടത്തിയതിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയായിട്ട് പോലീസ് മുന്നോട്ട് പോകണം. പൊൻകുന്നം പോലീസ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് വാങ്ങിയിട്ട് ആ പോസ്റ്റ്മോർട്ടത്തിനകത്ത് ലൈംഗിക പീഡനം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കാരണം ആൾ മരിച്ചുപോയി, അത് എവിഡൻസായിട്ട് ശേഖരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അദ്ദേഹത്തിൻ്റെ മരണമൊഴി എന്ന് ഇൻസ്റ്റഗ്രാമിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും പോലീസ് കണ്ടെടുത്തിട്ട് അതിൻ്റെ കാരണക്കാരനായ അയാളെ അറസ്റ്റ് ചെയ്യണം. അയാളുടെ പേര് NM എന്നാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ RSSൽ പോകുന്ന ചില ആൾക്കാർക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരും ഇതുപോലെ രംഗത്ത് വരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്താൻ
പൊൻകുന്നം പോലീസ് തയ്യാറാകണം. ഇത് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്. അത് എല്ലാ മതങ്ങളിലും ഇതുപോലെയുള്ള സങ്കേതങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ലാഘവബുദ്ധിയോടെ കാണരുത്. പൊൻകുന്നം പോലീസ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അത് വാങ്ങിച്ചിട്ട് തിരുവനന്തപുരത്ത് എവിഡൻസ് കളക്ട് ചെയ്തിട്ട് പൊൻകുന്നത്ത് ഈ മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആ കുട്ടി 24 വയസ്സുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ NMനെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അയാളെ ചോദ്യം ചെയ്യൽ, അയാളെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം 20 വർഷത്തോളം ആ വിഷാദ രോഗത്തിൽ അടിമപ്പെട്ട് ആരോടും പറയാതെ സ്വന്തം അമ്മയുടെ അടുത്തും അപ്പൻ്റെ അടുത്തോ അല്ലെങ്കിൽ സഹോദരിയുടെ അടുത്തും പറയാതെ അമ്മയും സഹോദരിയെ ഓർത്തുകൊണ്ടാണ് താൻ ഇത്ര നാളും മുന്നോട്ട് പോയതെന്നും വിഷാദ രോഗത്തിൽ അടിമപ്പെട്ട് ജീവിച്ചതെന്നും പറയുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി DYSP തീർച്ചയായിട്ടും ആ DYFIയുടെ മൊഴി വാങ്ങിച്ചാലും ശരി, അവരുടെ വീട്ടുകാരും ഈ അനന്തുവിൻ്റെ മാതാപിതാക്കളാരും ഇതേ സംബന്ധിച്ച് ഒരു പരാതി കൊടുത്തിട്ടില്ല. അവർക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. ഏതായാലും ഈ മരണമൊഴി ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നെങ്കിൽ വീട്ടുകാർ മുന്നോട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ആ DYFIയുടെ പ്രതിനിധിയുടെ മൊഴി വാങ്ങിച്ച് കേസെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതിനകത്ത് ആവശ്യമായ എവിഡൻസ് ഇപ്പം വന്നു കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അത് പോസ്റ്റ്മോർട്ടത്തിലുണ്ടാവും. അതുപോലെ അവിടുത്തെ പലർക്കും ഇതേപ്പറ്റി അറിയാം എന്നും വരുന്നുണ്ട്. അതുകൊണ്ട് അതിശക്തമായ നടപടിയുമായിട്ട് പൊൻകുന്നം പോലീസ് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.